അനുതാപത്തിൻ്റെ അഗ്നിയിൽ ഉരുകണം. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 5 മുതൽ 16 വരെ. ധ്യാനത്തിനായിട്ട് 9-ാം വാക്യം. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ആത്മാർത്ഥതയുടെയും തികഞ്ഞ സത്യസന്ധതയുടെയും ഒരു ദൃഷ്ടാന്തം ജെ. റൂഫസ് മുസ്ലി എന്ന പ്രസിദ്ധ ഗ്രന്ഥകാരൻ ഉദ്ധരിച്ചിട്ടുണ്ട്. 1981 അമേരിക്കയിലെ ജോർജിയ സ്റ്റേറ്റ് ഫാമിൽ നടന്ന ഒരു സംഭവ കഥയാണത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ വൈദ്യുത കസേരയിലിരുത്തി വധിക്കുന്നത് അവിടെ വെച്ചാണ്. ഒരു ദിവസം ഗൈ എന്ന കുറ്റവാളിയെ ഷെരീഫ് വധശിക്ഷയ്ക്ക് വേണ്ടി തടവറയിൽ നിന്ന് ഇറക്കി സ്റ്റേറ്റ് ഫാമിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേറ്റ് ഫാമിൻ്റെ കവാടം വരെ മാത്രമേ ഷെരീഫ് അയാളോടൊത്ത് പോയുള്ളൂ. ഗൈയുടെ സത്യസന്ധതയിൽ തികഞ്ഞ വിശ്വാസമുണ്ടായിരുന്ന ഷെരീഫ് അയാളെ വധശിക്ഷ നടത്തുവാനുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാതെയാണ് തിരിച്ചുപോയത്. ഗൈ ആകട്ടെ താൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് വാതിൽ കാവൽക്കാരുടെ അനുവാദത്തോടെ അകത്തു ചെന്നു. വിധി നടത്തുവാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ആരാച്ചന്മാരുടെയും അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചിട്ടുള്ള ഗൈ എന്ന കുറ്റവാളിയാണ് ഞാൻ. നിശ്ചിത സമയത്ത് തന്നെ എന്നെ വധിച്ചുകൊള്ളൂ. ഇത് കേട്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അത്ഭുത സ്തബ്ധരായിരുന്നു. അവർ അഭൂതപൂർവമായ ഈ വാർത്ത ടെലഗ്രാഫ് പത്രത്തിന് നൽകി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വലിയ തലക്കെട്ടോടുകൂടി 1-ാം പേജിൽ തന്നെ പ്രസ്തുത വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇത്രമാത്രം നീതിബോധവും സത്യസന്ധതയുമുള്ള ഒരു മനുഷ്യനെ വധിച്ചുകൂടെന്നായിരുന്നു പത്രത്തിൻ്റെ അഭിപ്രായം. ഏതായാലും ഗവർണർ ആ കുറ്റവാളിയുടെ ശിക്ഷ റദ്ദാക്കി. പിന്നീട് ഗൈ സ്റ്റേറ്റ് ഫാമിൻ്റെ വിശ്വസ്തനായ ട്രസ്റ്റിയും സൂക്ഷിപ്പുകാരുമായി നിയമിതനായി. ഇത് അസാധാരണമായ ഒരു സംഭവ കഥയായിരിക്കാം. എങ്കിലും ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തെ ഈ സംഭവകഥ നമുക്ക് വ്യക്തമാക്കി തരുന്നു. പാപത്തിൻ്റെ വേതനം മരണമാണ്. അത് ദൈവത്തിൻ്റെ നീതിയാണെന്നുള്ളതും വാസ്തവം തന്നെ. പാപിയുടെ മരണം മൂലം അവൻ നിത്യവിനാശത്തിൽ പതിക്കുന്നു എന്നാണ് നാം കരുതുക. എന്നാൽ ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ നിന്നുള്ള വേർപാടിനെയാണ് മരണം എന്ന വാക്കുകൊണ്ട് ദൈവത്തിൻ്റെ നീതിശാസ്ത്രത്തിൽ സൂചിപ്പിക്കുന്നത്. പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കണം എന്നല്ല, പ്രസ്തുത അനുതപിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരണം എന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പാപിയുടെ തിരിച്ചുവരവിന് വേണ്ടി അവിടുന്ന് ആഗ്രഹിക്കുകയും നിത്യവും കുരിശിലേറുകയും ചെയ്യുന്നു. നമ്മുടെ അപരാധത്തെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ അനുതാപത്താൽ നമ്മുടെ ഹൃദയം ഉരുകുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം നമ്മുടെ മേൽ ചൊരിയുകയും നാം മരണത്തിൽ നിന്ന് നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ബൈബിളോ ഗീതയോ ഖുറാനോ മതഗുരുക്കന്മാരുടെ സന്ദേശങ്ങളോ ഉദ്ധരിച്ചുകൊണ്ട് ദൈവശാസ്ത്രത്തെക്കുറിച്ച് പണ്ഡിതോചിതമായി പ്രസംഗിക്കുവാൻ നമുക്ക് കഴിഞ്ഞേക്കാം. മതപരമായ ചടങ്ങുകൾ ചിട്ടയോടുകൂടി അനുഷ്ഠിക്കുകയും താളമേളങ്ങളോടെ ദൈവത്തിന് സ്തുതിസ്തോത്ര ഗീതങ്ങൾ അർപ്പിക്കുകയും തീർത്ഥാടനങ്ങൾ നടത്തുകയും ചെയ്യുവാൻ നമുക്ക് സാധിച്ചേക്കാം. പക്ഷേ ഇവയൊന്നും ദൈവത്തിൻ്റെ കൃപാവരങ്ങളുടെ പൂട്ടു തുറക്കുവാനുള്ള താക്കോലുകളല്ല. അവയെല്ലാം ഭക്തിയുടെ പൊയ്മുഖങ്ങൾ മാത്രം. അനുതാപത്തിൻ്റെ അഗ്നിയിൽ വെന്തുരുകിയ അന്തരംഗത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് മാത്രമേ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടം തുറക്കുവാൻ കഴിയൂ. ഓർക്കണമേ, അനുതാപം മുമ്പുള്ള അനുഭവത്തിൽ നിന്നും ഉടലെടുക്കുന്ന അസംതൃപ്തി മൂലമുണ്ടാകുന്ന മനസ്സിൻ്റെ വികാരമാണ്. 51-ാം സങ്കീർത്തനം 11-ാം വാക്യം. നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.